1999 സമർപ്പിച്ചു. 2019 അത് ചെമ്പായി. ശരി, സമ്മതിച്ചു, ചെമ്പായി. ആ ചെമ്പ് ഇളക്കിക്കൊണ്ട് പോയിട്ട് അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവച്ചു. അത് 2027 വീണ്ടും ചെമ്പായി. അപ്പൊ അതെങ്ങനെ? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വളരെ അത്ഭുതമാണ്. താങ്കൾ ശബരിമല തമാശയാണ്. ഇപ്പോ സ്ഥാനമൊഴിഞ്ഞ പോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ആദ്യം ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഭക്തർ പൈസയൊക്കെ എറിയുന്നതുകൊണ്ട് ഈ സ്വർണ്ണം ഇങ്ങനെ ചെമ്പായി പോകുന്ന. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ ശബരിമല സന്നിധാനം നേരിൽ കണ്ടിട്ടില്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ദ്വാരപാലക ശില്പങ്ങളിലോട്ടൊന്നും ആർക്കും പൈസ ഒന്നും എറിയാൻ കഴിയില്ല എന്നാണ്. അങ്ങനെ സ്വർണ്ണത്തെ ചെമ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എയറൊന്നും അവിടെ നടത്താൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് അറിയാഞ്ഞിട്ടാണോ അതോ ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്? അപ്പൊ അതെങ്ങനെ? എപ്പോഴും ദ്വാരപാല വിഗ്രഹങ്ങൾ ഇങ്ങനെ ചെമ്പായിക്കൊണ്ട് പരിവർത്തനം വന്നുകൊണ്ടിരിക്കും. അതാണ് ഒരു അത്ഭുതം. 2024 നവംബർ മാസത്തിൽ ഇറക്കിയ ഉത്തരവിൽ 2019 സ്വർണം 300 ചില്ലുവാനും ഗ്രാം സ്വർണം പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പിടിപ്പിച്ച ദ്വാരപാലക വിഗ്രഹങ്ങൾ 2024 നവംബർ മാസത്തിൽ വീണ്ടും ചെമ്പായി. ആ ഉത്തരവും ചെമ്പത്ത് തന്നെയാണ് ആദ്യം ഇറക്കിയ ഉത്തരവ്. അത് വഴിയേ അറിഞ്ഞോളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ചർച്ചയ്ക്കെടുക്കാത്തതിനാൽ CPM ഇന്നത്തെ ശബരിമല ചർച്ചയിലേക്ക് പ്രതിനിധികളെ അയക്കില്ല എന്ന് പാർട്ടി അറിയിച്ചു. മാധ്യമങ്ങൾ എന്ത് ചർച്ച ചെയ്യണം, ഏത് വിഷയമെടുക്കണം, ആരെ ചർച്ചയ്ക്ക് വിളിക്കണം എന്നൊക്കെ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിൽ നിന്നും സർക്കാരുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ വന്നു തുടങ്ങുന്ന കാലമാണോ CPM ആഗ്രഹിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിലേതെന്ന് ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തീരുമാനിക്കട്ടെ.